ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த 10வது மாதத்திலும் காட் கோசேஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்கள் அனைவரையும் சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த ஆண்டு துவங்கி 9 மாதங்களை கடந்து 10வது மாதத்தில் கிருபையால் பிரவேசிக்க செய்திருக்கிறார். இந்த மாதத்திலே தேவனுடைய வல்லமையுள்ள கரத்தை எதிர்நோக்கி காத்திருப்போம். அவர் நமக்கு அற்புதங்களை செய்கிறவர். இன்னும் அதிகமாய் நாம் அவர் மீது வைத்திருக்கிற விசுவாசம் வீண் போகாதபடிக்கு நாம் நம்பியிருக்கிறவைகளை தேவனாகிய கர்த்தர் ஜெயமாய் வாய்க்க பண்ண உண்மையுள்ளவராயிருக்கிறார். இப்படிப்பட்டதான காரியங்களிலே தேவனாகிய கர்த்தரை உறுதியாய் பற்றி கொள்வோம். எல்லா சூழ்நிலைகளிலும் நம்மையும் நம் குடும்பத்தையும் நடத்த தேவன் உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் நம்மை கொண்டு தேசத்திலே நம் குடும்பங்களிலே பெரிய காரியங்களை செய்ய போகிறார். ஆகையால் பயப்படாதிருங்கள், திடன் கொள்ளுங்கள். உலகத்தை ஜெயித்தவர் நமக்குள்ளே வாசம் பண்ணுகிறார். ஆகையால் விசுவாசத்தில் நிலைத்திருப்போம். கர்த்தர் தாமே உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം നൽകുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബാംഗങ്ങളെയും തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ദൈവം ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ആശ്വാസവും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ്. പുതിയൊരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകി തന്നു. അനുഗ്രഹകരമായ നിലയിൽ ഈ ദിവസം മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ നൽകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വിശ്രമത്തിനായി കടന്നുപോയി. ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്രമിപ്പാനിടയായി പുതിയൊരു പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് വന്നു. ദൈവശബ്ദം കേട്ടു, ദൈവശബ്ദം വായിച്ചു. ദൈവം നമ്മോട് ഇടപെടുന്നതൊക്കെയും നമുക്ക് വ്യക്തമായി സെൻസ് ചെയ്യുവാൻ, മനസ്സിലാക്കുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം കരം വയ്ക്കുന്ന സകല മേഖലകളെയും ദൈവം ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ ദൈവം സാധിപ്പിക്കുന്ന ദൈവമെന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിലുള്ള ദൈവവചന ധ്യാനത്തിനായി എൻ്റെ മനസ്സിൽ ദൈവം പ്രകാശിപ്പിച്ചു തന്ന ഒരു വാക്യം ഇതാണ്. സങ്കീർത്തനം 111 അധ്യായം 11 വാക്യം. സങ്കീർത്തനങ്ങൾ 111 അതിൻ്റെ 11 വാക്യം. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഇങ്ങനെയാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കണം, ഈ വചനം വളരെ ശക്തമായ വചനമാണ്. നമ്മുടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ കുറിക്കുന്ന, നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരുന്ന ജ്ഞാനത്തെക്കുറിച്ചും വിവേകത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. ഈ ലോകത്തിലെ സകല ജ്ഞാനവും വിവേകവും നമുക്ക് ഉണ്ടാകുമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാകുകയില്ല എന്നല്ല, അതുമുണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്കൊരു ദൈവ പൈതലായി, ദൈവവിശ്വാസിയായി നമുക്ക് ശ്രേഷ്ഠകരമായ ദൈവിക ബന്ധത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് എന്താണ് ആവശ്യമായിരിക്കുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വചനമാണ് ഇപ്പോൾ നമ്മൾ വായിപ്പാനിടയായി തീർന്നിരിക്കുന്നത്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം, അവൻ്റെ വചനത്തെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം.
യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്കാണ് നല്ല തെളിഞ്ഞ ശ്രേഷ്ഠമായ ബുദ്ധിയുള്ളത് എന്ന് നമുക്ക് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഒരു ശുശ്രൂഷൻ എന്ന നിലയിൽ നമ്മുടെ ഒക്കെ അടുക്കൽ അനേക ആൾക്കാർ നമ്മളോട്, അനേക കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഇവരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ദൈവദാസനെ, എൻ്റെ കുഞ്ഞിന് പഠിപ്പാൻ കഴിയുന്നില്ല, പഠിക്കുന്നതിനാവശ്യമായ ബുദ്ധി വേണം, നല്ല ഓർമ്മശക്തി കുറവാണ്, എത്ര പഠിച്ചാലും മറന്നു പോകുന്നു, പഠിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി അനേകർ കടന്നു വരാറുണ്ട്. അനേകർ നമ്മുടെ അടുക്കൽ കടന്നു വന്നും അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ കുഞ്ഞുങ്ങൾ വളരേണ്ട വഴികളിലൂടെ, അവർ ജീവിക്കേണ്ട വഴികളിലൂടെ അവർ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും വിവേകവും ദൈവം കൊടുക്കും എന്നുള്ള സന്ദേശമാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ പോകേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകും. മുതിർന്നവരാണെങ്കിൽ പോലും അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകണമെങ്കിൽ സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണ് വേണ്ടത്. ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവ സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ്, അവനാണ് ജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സദൃശ്യവാക്യം ജ്ഞാനത്തിൻ്റെ വചനങ്ങളാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം സൃഷ്ടികളുടെ ആരംഭമായ ആദ്യമേ സൃഷ്ടിച്ചത് ജ്ഞാനത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യപുത്രന്മാരോട് കൂടെ ഇരുന്നു, ദൈവപുത്രന്മാരോട് കൂടെ അതിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ആരാഞ്ഞ് കണ്ടുപിടിക്കുക മാത്രമല്ല, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യഹോവ ഭക്തിയോടെ ഇരിപ്പാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. തിരുവചനം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വിശേഷ കൃപകൾക്കും അല്ലെങ്കിൽ ഓരോ വിശേഷ കാര്യങ്ങൾ ചെയ്യുന്നതിനും സ്തോത്രം, നമ്മുടെ ഇടയിൽ നല്ല ബുദ്ധിയുള്ള അനേകം മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുന്നു. ദൈവം കാണിച്ചു തരുന്ന സകല മാതൃക പ്രകാരവും സമാഗമന കൂടാരവും അതിലുള്ള സാധനങ്ങളൊക്കെയും ഉണ്ടാക്കണം. ദൈവം മോശയോട് പർവ്വതത്തിൽ വെച്ച് സംസാരിക്കുന്ന വാക്കുകളാണ് അത്. ദൈവം മോശയോട് സീനായി മലയുടെ മുകളിൽ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം അവിടെ ഇരുന്ന് സംസാരിക്കുന്ന വാക്കുകളാണ്. ന്യായപ്രമാണം 10 കൽപ്പനകൾ കൊടുത്തതിന് ശേഷം താൻ ഉണ്ടാക്കേണ്ട സാധനങ്ങളും സമാഗമന കൂടാരവും കൂടാരത്തിൽ ഉണ്ടായിരിക്കേണ്ട സാധനങ്ങളും അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് നമുക്കിത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. 31-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ബെസലേലിനെയും ഒഹോലിയാബിനെയും ദൈവം വിശേഷ ജ്ഞാനവും ബുദ്ധിയും കൊടുത്ത് ദൈവം പ്രൈസ് ദി ലോർഡ് അവരെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പെട്ടകങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കണം. അതെന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രങ്ങളിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹിസാമാക്കിന്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിക്കാൻ ഇടയായ വചനമാണ്. ഓരോ കാര്യങ്ങളും സങ്കല്പിച്ച് ചെയ്യുവാൻ തക്കവണ്ണമുള്ള, അതായത് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ഇവരുടെ ഹൃദയത്തിലേക്ക് ദൈവം തൻ്റെ ആശയങ്ങൾ കൊടുക്കും. ആ ആശയങ്ങൾ
അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സമാഗമന കൂടാരവും അതിനുള്ള സാധനങ്ങളും പല പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതിന് ദൈവം എന്ത് ചെയ്യുന്നു? അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഇമ്പാർട്ട് ചെയ്തു. ദൈവം പ്രത്യേകമായ ഒരു ജ്ഞാനവും കഴിവും പ്രാപ്തിയും ഇവർക്ക് കൊടുത്ത്, ഈ കൗശലപ്പണിക്കാരായി ഇവർക്ക് കൊടുത്ത്, ഇവരിലൂടെയാണ് ദൈവം തൻ്റെ പ്രവൃത്തികളെ നിർവഹിച്ചത് എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നു. ദൈവം പറയുന്നു, ഞാൻ അവരുടെ ഹൃദയത്തിൽ സകല ജ്ഞാനവും നിറച്ചിരിക്കുന്നു, ഞാൻ അവരുടെ ഹൃദയത്തിൽ നിറച്ചിരിക്കുന്നു, ജ്ഞാനം കൊടുത്തിരിക്കുന്നു, ബുദ്ധി കൊടുത്തിരിക്കുന്നു, കഴിവ് കൊടുത്തിരിക്കുന്നു, പ്രാപ്തി കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കുക, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, അവർക്ക് പഠിപ്പാൻ നല്ല ബുദ്ധിയും ജ്ഞാനവും സാമർഥ്യവും ഒക്കെ വേണം. അത് ദൈവം അവർക്ക് ധാരാളമായി കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. അതോടൊപ്പം തന്നെ നമ്മളും പല മേഖലകളിൽ ഇടപെടുന്നവരാണ്. നമുക്കും വേണം പരാജയം കൂടാതെ പല കാര്യങ്ങളും ചെയ്യുവാൻ ആവശ്യമായ കഴിവുകൾ, പ്രാപ്തികൾ. പക്ഷേ ഇവ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്? ഇവ ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്കാണ് നല്ല ബുദ്ധിയുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ വചനം മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നമ്മൾ ചെയ്യുന്ന നമ്മുടെ കരത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ സാധിപ്പിക്കണമെങ്കിൽ അത് ബുദ്ധിയോടും വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ജ്ഞാനവും വിവേകവും നൽകി തന്നേ മതിയാകുകയുള്ളൂ. നമ്മുടെ സ്വന്തമായ വിവേകം, കഴിവുകൾ, പ്രാപ്തികൾ ഇതൊക്കെ പലപ്പോഴും പലതരത്തിലും വികലമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിന്മേൽ നമുക്കുള്ള കഴിവിന്മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ, ദൈവം നമുക്ക് നൽകി ദൈവം നമ്മെ നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായ തലത്തിൽ നമ്മുടെ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു വചനവും കൂടെ, എന്നെ ചിന്തിപ്പിച്ച വചനവും കൂടെ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അത് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്താ എഴുതിയിരിക്കുന്നത്? ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 4 ചെറുപ്പക്കാരായിരിക്കുന്നവർ, യഹൂദയിൽ നിന്നും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ഈ 4 യൗവനക്കാർക്ക് ദൈവം എന്തു കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്? ദൈവ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദൈവം കൊടുത്തു. ജ്ഞാനവും വിവേകവും സാമർഥ്യവും നിപുണതയും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാരാ കൊടുത്തത്? ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകി ആയിരുന്നു. ജോസഫ് ഒരു സ്വപ്നക്കാരനും സ്വപ്നം ഇന്റർപ്രറ്റ് ചെയ്യുന്നവരുമായിരുന്നു. ദാനിയേലും ഒരു സ്വപ്നക്കാരനും സ്വപ്നം വ്യാഖ്യാനിക്കുന്നവരും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവർക്ക് ദർശനങ്ങൾ കൊടുത്തു. അവരത് വ്യാഖ്യാനിച്ചു, രാജാക്കന്മാരെ അറിയിച്ചു, ഉന്നതമായ പദവിയിലേക്ക് ദൈവം അവരെ എത്തിച്ചു എന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, 4 ബാലന്മാർക്ക് സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും പരിജ്ഞാനവും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തു, സാമർഥ്യം കൊടുത്തു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബാലന്മാർ ആരാണ്? നമ്മൾ ചിന്തിക്കണം. ഇവരെ ബാബിലോണിൽ നിന്ന്, അല്ലെങ്കിൽ ബാബിലോണിലേക്ക് യഹൂദയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ യുവാക്കന്മാർ അനേക ചെറുപ്പക്കാരിൽ പെട്ടവരാണ്. അനേകർ കടന്നുപോയി, അനേകരെ ചങ്ങലക്കിട്ട് ബാബിലോണിലേക്ക് ഇസ്രായേൽ ജനങ്ങളെ കടത്തിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അവരിൽ രാജകൽപ്പന പ്രകാരം എന്താണ്? രാജവംശത്തിൽപ്പെട്ടവരും കുലീനന്മാരും ശ്രേഷ്ഠന്മാരും ജ്ഞാനമുള്ളവരും ഒക്കെ ആയിട്ടുള്ള, കഴിവും പ്രാപ്തിയും ഒക്കെ ആയിട്ടുള്ള ചില യൗവനക്കാരെ തിരഞ്ഞെടുത്തു. അതിൽ ദാനിയേലും തന്നോട് കൂടെയുള്ള 3 സഹോദരങ്ങളും അവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ അന്യദേശത്ത് അവർ കടന്നു ചെന്നു. പക്ഷേ അവർ അന്യദേശത്ത് കടന്നു ചെന്നെങ്കിലും അവർക്ക് ദൈവത്തോടുള്ള ഭയവും ഭക്തിയും അവർ മറന്നു കളയാൻ തയ്യാറായില്ല. ഇവരോടൊപ്പം കടന്നുപോയ അനേകരും അവർ വിശ്വാസം ഒരുപക്ഷെ ഉപേക്ഷിച്ച് കാണാം, ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു കാണാം. എങ്കിലും ഈ യൗവനക്കാരായ ചെറുപ്പക്കാർ
ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിൽ അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനം, അവർ ആചരിച്ചു വന്നിരുന്ന ദൈവത്തെ അവർ ഉപേക്ഷിക്കാതെ അന്യ സാഹചര്യങ്ങളിൽ, അന്യ സ്ഥലത്ത്, ആരും നിയന്ത്രിപ്പാനില്ലാതെ, അപ്പനില്ലാതെ, അമ്മയില്ലാതെ, സഹോദരങ്ങളോ മറ്റാരോ അവരെ നിയന്ത്രിപ്പാനില്ലാതെ അന്യദേശത്ത് അവർ അടിമകളായി കിടക്കുമ്പോൾ പോലും അവരുടെ ഹൃദയത്തിലെ ചിന്ത എന്താണ്? രാജാവിൻ്റെ ഭക്ഷണം കൊണ്ടും രാജാവിൻ്റെ പാനീയങ്ങൾ കൊണ്ട് പോലും ഞങ്ങളെ മലിനപ്പെടുത്തുകയില്ല എന്നവർ ഹൃദയത്തിൽ തീരുമാനിപ്പാൻ ഇടയായി. ദാനിയേലിന്റെ പുസ്തകം 1:8 വാക്യത്തിൽ പ്രകാരം വായിക്കുക: എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരൊക്കെ ഹൃദയത്തിൽ നിശ്ചയിച്ചത് എന്താണ്? ഒരു കാരണവശാലും ഞങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ഏത് പട്ടണത്തിലായാലും, ഞങ്ങളെ ഇപ്പോൾ നിയന്ത്രിപ്പാൻ ആരുമില്ലെങ്കിലും, ഞങ്ങളെ കാണുന്നവർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഇല്ലെങ്കിലും, ആരുമില്ലെങ്കിലും, ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാജാവിൻ്റെ ഭോജനം ഞങ്ങൾ കഴിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ രാജാവിൻ്റെ ഭോജനം കൊണ്ടോ രാജാവ് കുടിക്കുന്ന പാനീയം കൊണ്ടോ ഞങ്ങളെ അശുദ്ധമാക്കിയില്ല എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരു അശുദ്ധിയും കടന്നു വരാതെ, വിശുദ്ധിക്ക് കോട്ടം വരുത്തുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ അനുവദിക്കാതെ ഞങ്ങളെ തന്നെ കാക്കുമെന്നുള്ള തീരുമാനമെടുത്തു. അതിന് ദൈവം കൊടുത്ത പ്രതിഫലമാണ് രാജാവിൻ്റെ മുമ്പിൽ ഇവർ ശ്രേഷ്ഠതയോടെ നിൽക്കുവാൻ. വെറും പച്ചവെള്ളവും പച്ചക്കറികളും കഴിച്ച്, വെജിറ്റബിൾസും കഴിച്ച് ഇവർ രാജാവിൻ്റെ മുമ്പിൽ സകലം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരായി, ആരോഗ്യത്തിലും പുഷ്ടിയിലും മറ്റുള്ളവരെക്കാൾ, രാജകീയ ഭോജനം കഴിച്ചവരെക്കാൾ പുഷ്ടിയുള്ളവരായി തീരുവാൻ ദാനിയേലിന് ദൈവം കൃപ കൊടുത്തത്. എന്താ അർത്ഥമാക്കുന്നത്? ദൈവവചനം പറയുന്നു, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുക, ദൈവമാണ് നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുവാൻ കഴിയത്തക്ക നിലയിൽ ജ്ഞാനവും വിവേകവും നൽകുന്നത് എന്ന് നമ്മൾ മറന്നു കളയരുത്. ആ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജ്ഞാനിയാക്കുവാൻ മതിയായ ദൈവം അവനാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി വ്യാപരിക്കട്ടെ. ഇന്ന് ദാനിയേലിനെ ദൈവം ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിച്ചതുപോലെ, ബെസലേലിനെ, ഓഹോലിയാബിനെയും ദൈവം ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിച്ചതുപോലെ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് ദൈവജനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളോട് ഇടപെടുന്നവരൊക്കെയും നമ്മൾ പ്രബോധിപ്പിക്കേണ്ട ദൈവവചനത്തിൽ നിലനിൽക്കുവാനാണ്, അവൻ്റെ വചനത്തെ അനുസരിപ്പാനാണ്. അവൻ്റെ വചനത്തെ അനുസരിച്ചാൽ നമുക്ക് ജ്ഞാനവും വിവേകവും ദൈവം ധാരാളമായി നൽകിത്തരും. അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരിൽ വ്യാപരിക്കുന്ന ജ്ഞാനമല്ല. ഉന്നതമായ ജ്ഞാനം, പരിശുദ്ധമായ ജ്ഞാനം, യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പരിശുദ്ധമായ ജ്ഞാനം, ആ ഉയരത്തിൽ നിന്നുള്ള ആ ജ്ഞാനം നമുക്ക് ദൈവം നൽകി തരുവാൻ ഇടയായി തീരും. ഒന്നാമത്തേത്, ഈ ലോകത്തിൽ നിന്നുള്ള പൈശാചികവും പ്രാകൃതവുമായിരിക്കുന്നെങ്കിൽ അത് വിശുദ്ധമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ആ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുക്കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതത്തിൽ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരും, അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവിക ജ്ഞാനത്താൽ ഉത്തരം ലഭിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് തിരുക്കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. നാഥാ, ഞങ്ങൾ ജ്ഞാനമില്ലാതെ, പരിജ്ഞാനമില്ലാതെ, വിവേകമില്ലാത്തവരായി ജീവിക്കുന്നവരായിട്ടല്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവൻ്റെ വചനത്തെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, കർത്താവെ, ദാനിയേലിന് തന്നോടൊപ്പമുള്ള ആ ചെറുപ്പക്കാർക്കും ജ്ഞാനാത്മാവിനാൽ അവരെ നിറച്ചു, വിവേകം കൊടുത്തു, നിപുണതകൾ കൊടുത്തു. ഹല്ലേലൂയ. അവരെ ശ്രേഷ്ഠന്മാരാക്കി. അവർ കടന്നു ചെന്ന സ്ഥാനത്തൊക്കെ കർത്താവെ, അങ്ങയുടെ ഭക്തിയോടെ ജീവിച്ചതുകൊണ്ട് അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികളിൽ നിന്നൊക്കെ അവരെ വിടുവിച്ചത് അവർക്ക് കൊടുത്ത ജ്ഞാനം കൊണ്ടാണ്, വിവേകം കൊണ്ടാണെന്ന് ഞങ്ങൾ അറിയുകയാണ് കർത്താവേ. നാഥ, ആ ജ്ഞാനവും വിവേകവുമാണ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും ചന്ദ്രമേശ അഭേദന ഗോവിനെ കർത്താവെ പ്രതിസന്ധികളുടെ മധ്യത്തിലും കർത്താവെ തീച്ചൂളയിൽ നിന്നും ദൈവം രക്ഷിപ്പാൻ ഇടയായത്. അതേ കർത്താവെ, ബെസലേലിനും
ഒഹോലിയാബിനും കർത്താവെ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതുപോലെ കർത്താവെ അങ്ങ് ആഗ്രഹിച്ചതുപോലെ സമാഗമന കൂടാരവും പെട്ടകങ്ങളും അതിനോട് ചേർന്നുള്ള ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ കൃപ നൽകിയതുപോലെ അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ, ഈ തലമുറയിൽ അങ്ങയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സഭയെ വളർത്തുവാൻ, അതിനെ നിയന്ത്രിപ്പാൻ, അതിനെ പരിപാലിപ്പാൻ തക്കവണ്ണമുള്ള വിവേകമുള്ള ഹൃദയം, ജ്ഞാനമുള്ള ഹൃദയം ഞങ്ങളുടെ മേൽ ഇമ്പാർട്ട് ചെയ്യണമേ, പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ മേൽ അത് പകരണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളാരും പരാജയപ്പെടുന്നവരായിട്ടല്ല, ഞങ്ങളെല്ലാവരും വിജയിക്കുന്നവരായി തീരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കരം വെച്ച മേഖലകൾ, ഞങ്ങൾ കരം തൊടുന്ന മേഖലകൾ, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ സാധ്യമാക്കുവാൻ അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശേഷാൽ കർത്താവിന് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, തോമസ് സാറിനെ അനുഗ്രഹിക്കണം, തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണം, തൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് തിരുക്കൃപ കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയോടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസരം നൽകി തന്ന തോമസ് സാറിനെയും തൻ്റെ മിനിസ്ട്രിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ. அன்பு கூறுவே இன்னும் அதிகமாய் ஆராதிப்பே இன்னும் ஆர்வமாய் அன்பு கூறுவே இன்னும் அதிகமாய் ஆராதிப்பே இன்னும் ஆர்வமாய் முழு உள்ளத்தோடு ஆராதிப்பே முழு பலத்தோடு அன்பு கூறுவே ஆராதனை 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 ஆராதனை. எபினேசரே எபினேசரே இதுவரையில் உதவி நீரே. எபினேசரே எபினேசரே இதுவரையில் உதவி நீரே. இதுவரையில் உதவி நீரே. உம்மை முழு உள்ளத்தோடு ஆராதிப்பேன், முழு பலத்தோடு அன்பு கூறுவே. ஆராதனை 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 ஆராதனை. எல்ரோயி எல்ரோயி என்னை கண்டீரே நன்றி ஐயா. எல்ரோயி எல்ரோயி என்னை கண்டீரே நன்றி ஐயா. என்னை கண்டீரே நன்றி ஐயா. உம்மை முழு உள்ளத்தோடு ஆராதிப்பேன், முழு பலத்தோடு அன்பு கூறுவே. ஆராதனை 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 ஆராதனை.
யெகோவா ரஃபா, யெகோவா ரஃபா, சுகம் தந்தீரே நன்றி ஐயா. யெகோவா ரஃபா, யெகோவா ரஃபா, சுகம் தந்தீரே நன்றி ஐயா. சுகம் தந்தீரே நன்றி ஐயா. உம்மை முழு உள்ளத்தோடு ஆராதிப்பேன், முழு பலத்தோடு அன்பு கூறுவேன். ஆராதனை 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 ஆராதனை. அன்பு கூறுவேன் இன்னும் அதிகமா, ஆராதிப்பேன் இன்னும் ஆர்வமாய். அன்பு கூறுவேன் இன்னும் அதிகமாய், ஆராதிப்பேன் இன்னும் ஆர்வமாய். முழு உள்ளத்தோ